ഇന്ന് ഞാൻ കുറച്ച് അരിമുറുക്ക് ഉണ്ടാക്കുകയാണ്. അരിമുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി വെള്ളം അടുപ്പത്ത് വെച്ചു. അത് ചൂടായതിന് ശേഷം അതിനകത്ത് ഇച്ചിരി നെയ്യ് ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി ഉപ്പിട്ടു. പിന്നെ നമ്മൾ അതിനകത്ത് അരിമാവിന് അരിമുറുക്ക ഉണ്ടാക്കുന്നത്. അപ്പോൾ അരിമാവ് ഇട്ടു. അരിൻ്റെ പൊടിയാണ് കേട്ടോ, മാവ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട. അരിപ്പൊടി ഇട്ടു. പിന്നെ എള്ള്, മുളക് പൊടി, ഉപ്പ്, കായപ്പൊടി, ഇത്രയും സാധനങ്ങളിട്ട് നല്ലോണം കുഴച്ച് പിന്നെ നമ്മൾ അരിമുറുക്ക് ഉണ്ടാക്കുന്ന അച്ചില്ലേ ഇതാ, അപ്പോൾ ഇതിനകത്ത് ഇട്ട് വെച്ചതിന് ശേഷം ഇങ്ങനെ പിഴിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ പിഴിയുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചോ, കൈക്ക് ആവി കയറിയിട്ട് പൊള്ളിയിട്ടും പാടില്ല. അത്രയും നല്ല ചൂടാണ് ഇത് കേട്ടോ. ഇതിനകത്ത് ഇച്ചിരി നിങ്ങളെന്താ ഇത്രയും നിറച്ചിടുന്നതെന്ന് വിചാരിക്കേണ്ട, ഇതിനകത്ത് അത്രയും ഉണ്ടായിരുന്നുള്ളൂ. അതൊന്ന് തീർത്തതാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ രണ്ടാമത് ഇടുമ്പോൾ പിന്നെ ഒരു ഇതാണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞാലേ ഒരു പണിയും ഇല്ല. ഇതെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതെല്ലാം വേറൊരു പണിയില്ലാത്തൊരു പണിയാണെന്നല്ലേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടൊക്കെ. പെട്ടെന്ന് കഴിയുന്നുണ്ടായി. ഞാൻ ഇച്ചിരി ഉണ്ടാക്കിയില്ല കേട്ടോ, ഒരുപാടൊന്നും ഉണ്ടാക്കിയില്ല, കുറച്ചുണ്ടാക്കി. നല്ല ടേസ്റ്റ്. അങ്ങനെ ഇത് ഉണ്ടാക്കി ഇങ്ങനെ വെച്ചേക്കാണ്. പേപ്പറിനകത്ത് പൊടിച്ചിട്ടു. ഞാനിട്ട് വെറുതെ ഇച്ചിരി കറിവേപ്പില ഇട്ടു. കറിവേപ്പില എല്ലാവരും ഇട്ടൊന്നും വേണ്ട കേട്ടോ, ഞാൻ വെറുതെ ഒരു രസത്തിന് ഇട്ടതാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും കറിവേപ്പില ഇച്ചിരി ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ വെറുതെ എടുത്തിട്ടതാണ്. അതൊരു രസമായിട്ട് അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇച്ചിരി മൂത്തും പോയി കേട്ടോ കറിവേപ്പില. പിന്നെ ഇത് വൈകിട്ടത്തെ പരിപാടിയാണ്. മീൻ മേടിച്ചു കൊണ്ടുവന്നു. എന്തായിരുന്നു ഇതിനോട്ട് ഈ മീനിൻ്റെ പേര്? പാമുള്ള കൊണ്ടുവന്നു. ഇച്ചിരി വറക്കാനെടുത്തു. പിന്നെ ഇച്ചിരി മുളക് കറി ഉണ്ടാക്കി വെച്ചു. അത് എന്താ പറയുക, തളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവാറായിട്ടുണ്ട്. വലിയ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ മീൻ വറക്കാൻ വെച്ചു. കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വറക്കാൻ വെച്ചത്. നിങ്ങൾ വിചാരിക്കേണ്ട അപ്പം തന്നെ ഞാൻ വറുത്തുന്ന്. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ. ഇതേണ്ട തെളിഞ്ഞ് നിൽക്കുന്നുണ്ട് എണ്ണ, നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. അപ്പോൾ മീൻ വറുത്തു. അപ്പോൾ ചോറ് കഴിക്കാനുള്ള പരിപാടിയാണ്. ഒരെണ്ണം ഞാൻ അങ്ങനെ തന്നെ മുഴുവനായിട്ട് വറുത്തു കേട്ടോ. അത് ആർക്കാ വിനോട്ടാ? അതാണ്. അപ്പം എനിക്ക് അങ്ങനെ ഒരു കൊതി തോന്നി. അപ്പോൾ ഇന്നത്തെ ഫുഡ് അച്ചാറുണ്ട്, മീൻ മുളകിട്ടുണ്ട്, മീൻ വറുത്തുണ്ട്, ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അത് തന്നെ, ചിക്കൻ കറി ഉണ്ടായിരുന്നു. ഇതാണ് ചിക്കൻ കറി കേട്ടോ, ഇച്ചിരി ഉള്ളു ബാക്കി. അപ്പോൾ എല്ലാം കൂടി ഇന്ന് ചോറ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ നോക്കുകയാണ്. ചേട്ടനും ഞാനും കൂടെ ഇരിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടത്തേക്ക് ഇന്ന്